എന്നിട്ട് സുന്നി ഐക്യം ആശയത്തിൽ ഇപ്പോൾ യോജിപ്പ്. എന്നാ നേരെ മറിച്ച കാര്യം. കുറച്ച് വർഷം മുന്നേ വരെ ഇവിടെ സുന്നികൾ ഐക്യത്തിലാണ്. ആശയം കൊണ്ട് സംഘടനാപരമായി ചെറിയ പ്രശ്നം ഉണ്ടായി, അത് കുറച്ച് വലുതായി. ഇതെല്ലാം ഉണ്ടായിട്ടുള്ളേ. ഇത് പണ്ട് ആ പെൺകുട്ടി മുഖം മറച്ചു വരണല്ലോ, ഉസ്താദിനെ കണ്ടപ്പോൾ മുഖം മറക്കാനില്ല, അപ്പോൾ പാവാടോട് മുഖം മറച്ചു വരണം. അപ്പം എന്താ ഈ അടിയത്തുമാരി കണ്ടു എന്ന് പറഞ്ഞ മാതിരി ആയിപ്പോയി. കാരണം എന്താ വെച്ചാൽ നൗഷാദ് ഇത്ര കാലം എന്താ പറഞ്ഞിട്ട് ശംസുല്ലമ പറഞ്ഞിരിക്കണേ, ഈ ഉസ്താദ് പറഞ്ഞിരിക്കണേ ഒരു സുന്നിയല്ല എന്ന് പറഞ്ഞിരിക്കണേ. ആ കാലഘട്ടത്തിൽ തന്നെ പറഞ്ഞിരിക്കണേ ഒരു സുന്നിയല്ല എന്ന് പറഞ്ഞിരിക്കണമെങ്കിൽ പിന്നെ ഈ അടുത്ത കാലം വരെ സുന്നികൾ എങ്ങനെയോ യോജിപ്പുണ്ടാലേ? ഇവരുള്ള ഒരു സുന്നിയല്ലല്ലോ, പിന്നെ എങ്ങനെ സുന്നികൾ ഇതുവരെ യോജിപ്പുണ്ടായി പറയല്ലേ? സംഘടനാപരമായ ചെറിയ പ്രശ്നം ഉണ്ടായിട്ടുള്ളൂ. ഇനി അത് പിന്നെ വലുതായതാണ്, അല്ലാതെ ആദർശപരമായിട്ട് സുന്നികൾക്കിടയിൽ ഈ അടുത്ത കാലം വരെ ഭിന്നിപ്പില്ല. അപ്പൊ ശംസുല്ലമ പറഞ്ഞതോ വെറുതെ പറഞ്ഞതാ? അപ്പൊ ശംസുല്ലമ പറഞ്ഞ വെറുതായി എന്നുള്ളത് ഇപ്പം സമ്മതിച്ചു. അല്ലെങ്കിൽ ശംസുല്ലമ സുന്നി അല്ലാന്ന് പറഞ്ഞോട് പിന്നെ എങ്ങനെ ആശയപരമായി സുന്നിയാലേ? ശംസുല്ലമ അങ്ങനെ പറഞ്ഞല്ലോ, നൗഷാദ് പറഞ്ഞത് കേട്ടോളി. ഇതൊക്കെ തന്നെ കേട്ടാ തോന്നുന്നു ആൾക്കാർക്ക് ഇത് മരക്കൈതകളാണ് കേട്ടോ. സമതിന് ഓർമ്മ ഉണ്ടാവും. ഞാനെന്താ പറയാൻ, ഞാൻ കേൾപ്പിച്ചുതരാം ആരാ മരക്കൈതാന്നുള്ളേ. എൻ്റെ നൗഷാദിന് ക്ലിപ്പ് കണ്ടാൽ തന്നെ മനസ്സിലാവും. മനസ്സിലാക്കിക്കോ. നൗഷാദ് എന്ന് പറയട്ടെ, എന്നിട്ട് ഞാൻ കാണിച്ചുതരാം മരക്കൈത ആരാന്നുള്ളത്. ആ ശംസുൽ ഉലമ അന്ന് വ്യക്തമായി തന്നെ നമുക്ക് പറഞ്ഞു തന്നു, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്ന് പിരിഞ്ഞുപോയ ആളുകൾ അവർ സുന്നിയാണെന്ന് പറയുന്നവർ ആണ്. പക്ഷേ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം, അവർ സുന്നിയല്ല. അവർ സുന്നിയല്ല. ശംസുൽ ഉലമ ഈ അന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞ വാചകം കേട്ടില്ലേ? ശംസുല്ലമ പറഞ്ഞിരിക്കണ് ഒരു സുന്നിയല്ല, അപ്പോൾ സുന്നിയല്ല. അപ്പൊ സമത് എന്താ ഞാൻ ചെറുപാടി എന്ന് പറഞ്ഞാൽ ഈ അടുത്ത കാലം വരെ സുന്നികൾ തമ്മിൽ ആശയപരമായിട്ട് യോജിപ്പുണ്ട്. ഇനി എങ്ങനെ സമത യോജിപ്പുണ്ടാല്? സുന്നിയല്ലാന്ന് ശംസുല്ലമ അന്നേ പറഞ്ഞില്ലേ? എന്നെങ്ങനെ സുന്നികൾക്കിടയിൽ ആദർശപരമായി യോജിപ്പുണ്ടാല്? ശംസുല്ലമന്റെ ആളുകളും ശംസുല്ലമ സുന്നിയല്ല എന്ന് പറഞ്ഞ ആളുകളും ആദർശപരമായി അടുത്ത കാലം വരെ യോജിപ്പിലാണെന്ന് എങ്ങനെ പറയലേ? പറയടോ, ആരപ്പം മരക്കൈത? നൗഷാദ് പറഞ്ഞ അടിസ്ഥാനത്തിൽ ശംസുല്ലമ പറഞ്ഞതാണോ ശരി, ഇജ് പറഞ്ഞതാണോ ശരി? ശംസുല്ലമ പറഞ്ഞ ഒരു സുന്നിയല്ല, ശംസുല്ലമ അങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടോ. അത് പറഞ്ഞത് എന്താന്നുള്ളത് നമ്മൾ പല വട്ടം പറഞ്ഞതാ. ആരെ പറ്റിയാണ് പറഞ്ഞതെന്നും എന്താണ് പറഞ്ഞതെന്നും ഇനി ശംസുല്ലമന്റെ അവസാനത്തെ അന്ത്യാഭിലാഷം എന്താണെന്നും അവസാനത്തെ നിലപാട് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് ഈ കാട്ടുകള്ളന്മാരുടെ മൂടിക്കാണ്. അത് വേറെ വിഷയം. ഇവർ പറയുമ്പോൾ ശംസുല്ലമ പറഞ്ഞിരുന്നല്ലേ സുന്നിയല്ല എന്ന് പറഞ്ഞിരിക്കണേ. ആ സുന്നിയല്ല എന്ന് പറഞ്ഞവർ ഈ അടുത്ത കാലം വരെ എങ്ങനെ സുന്നത്ത് ജമാഅത്തിന്റെ ആദർശത്തിൽ ഈ രണ്ട് ടീമും യോജിപ്പുണ്ടെന്ന് ഈ കാട്ടുകള്ളന്മാർ ഇപ്പോൾ പറയാ? ഇത് ഞാൻ ചെറുപാടി പറഞ്ഞതാ സമത് 4 ദിവസം മുമ്പ്. നൗഷാദ് പറഞ്ഞിരിക്കുന്നത് അതിന്റെ അപ്പുറത്ത് ഇവർ സുന്നിയല്ല എന്ന് ശംസുല്ലമ പറഞ്ഞിട്ടുണ്ട്. സുന്നിയല്ല എന്ന് പറഞ്ഞവർ സുന്നിയ ശംസുല്ലമന്റെ ആളുകളും എങ്ങനെ പിന്നെ ആശയത്തിൽ യോജിക്കല്? താലിമാരില്ലാത്ത വർത്തമാനം പറയണേ. ഇതിനാടോ മരക്കൈതാന്ന് പറയാ? അത് ഇതൊക്കെ കേട്ട ആൾക്കാർക്ക് തോന്നുന്നത് ഈ ചെങ്ങന്മാർക്ക് മരക്കൈതാളെന്നാണ് കേട്ടോ. അതാണ് സമത് ഇന്നലെ കോട്ടക്കെന്ന് പറഞ്ഞത്. നമ്മളെ പറ്റില്ല, അത് അപ്പുറത്താളേ, മനസ്സിലാക്കിക്കോ. ആൾക്കാർ ചോദിക്കൂല അതിന്റെ തലയിലൊക്കെ എന്താണ് മരക്കൈതെന്ന് ചോദിക്കൂ. ആൾക്കാർ ഇപ്പോൾ ഈ 2 ക്ലിപ്പും കണ്ടാൽ എൻ്റെ നൗഷാദിന് ക്ലിപ്പ് ഉണ്ടാ ചോദിക്കും എൻ്റെ തലയിലൊക്കെ എന്താ, ഇതൊക്കെ നിങ്ങളൊക്കെ മരക്കൈതാളാണോ ചോദിക്കൂലോ. ശംസുല്ലമ സുന്നിയല്ല എന്ന് പറഞ്ഞ ടീം ഒരാളുകളുണ്ട് എന്ന് നൗഷാദ് പറയാ. അവരെ പറ്റി ശംസുല്ലമ സുന്നിയല്ല എന്ന് പറഞ്ഞിരിക്കണേ. ഇജെന്താ പറഞ്ഞേ? ഇവിടെ സുന്നികൾ ഈ അടുത്ത കാലം വരെ ആദർശപരമായി യോജിപ്പിലാണ്. എങ്ങനെ സുന്നിയല്ലാത്ത ആളുകളും സുന്നികളും തമ്മിൽ യോജിപ്പുണ്ടാല്? ഒരു വിഭാഗം സുന്നിയല്ലല്ലോ, പിന്നെ എങ്ങനെ സുന്നികൾക്കിടയിൽ യോജിപ്പുണ്ടാകുന്ന പ്രസംഗിക്കലേ? യോജിപ്പുണ്ടായിരുന്നു. അതാണ് തലയിലൊന്നും ഇല്ലെങ്കിൽ ആൾക്കാർ ചോദിക്കും ഏതായി മരക്കൈതാള്? അതാണ് ഇപ്പം ഞാൻ ചോദിക്കേണ്ടത്. ഇതിലിപ്പോൾ ആരാ മരക്കൈത, ഹിജോ നൗഷാദോ എന്ന് പറഞ്ഞാൽ ചൂടായിട്ട് നമുക്കൊക്കെ പാടെ അങ്ങോട്ടുള്ള പോവാണ്.